കൃഷ്ണകുമാറിന് ബുദ്ധിയില്ല, തലേ നിറച്ച് ചാണകമാണ് എന്നെല്ലാം വെറുതെ പറയുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. ആദ്യം കുറച്ച് പിള്ളേരോട് വന്നു കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞു, പറ്റ പാർട്ടി എന്ന് പറഞ്ഞു കുറച്ച് വരുന്നു. അവർ പറയുന്നു നീറ്റാണ് വിഷയം. അവിടെ തന്നെ പത്രക്കാർ കഴിയുമ്പോൾ നീറ്റ് മാറി കുറച്ച് കഴിയുമ്പോൾ രാമമന്ത്രായി, കുറച്ച് കഴിയുമ്പോൾ RSS ആയി, കുറച്ച് കഴിയുമ്പോൾ BJP ആയി, കുറച്ച് കഴിയുമ്പോൾ പറയുന്നു പ്രധാൻ മാത്രം പോരാ, പ്രധാന രാജി വെച്ച് കഴിഞ്ഞാൽ അടുത്തത് പ്രധാനമന്ത്രി രാജി വയ്ക്കണം. അപ്പോൾ ഒരാളെ ഇവരുടെ പ്രശ്നത്തിൽ മാറ്റി കൊടുത്താൽ പിന്നെ അടുത്ത ഡിമാൻഡോട്ട് വരും. ഇപ്പം മനസ്സിലായില്ല അയാളെ തലേ നിറച്ച് ബുദ്ധിയാണെന്ന്. കാരണം അയാൾക്കറിയാം ഈ രാജ്യത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഒരു ടീം വന്നിട്ട് ഒരു പ്രശ്നം പറയുന്നു, എന്നിട്ട് മന്ത്രി രാജിവെക്കുന്നു. നാളെ വേറൊരു ടീം വന്നിട്ട് വേറൊരു പ്രശ്നം പറയുന്നു, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ആ മന്ത്രി രാജിവെക്കുന്നു. അങ്ങനെ ഒരുപാട് മന്ത്രിമാർ രാജിവെക്കുന്നു. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രധാനമന്ത്രിക്ക് തന്നെ രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. മനസ്സിലായില്ലേ? അയാൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും CJP വന്ന് പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച്. ഇനിയിപ്പോൾ എന്താ E20 ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നിതിൻ ഗഡ്കരിക്കെതിരെ എന്തോ ഒന്ന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് ഓരോ പ്രശ്നത്തിനും ഇനി ഓരോ പാർട്ടി വരും, പ്രതിഷേധിക്കും, മന്ത്രിമാർ രാജിവെക്കുകയാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അഭിജിത്ത് പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു തുടക്കം മാത്രമാവട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.